ഗോഡ്സ് മെറ്റൽ എന്ന് പറയുന്ന രണ്ട് ലോഹങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഞാൻ പറഞ്ഞു തരാം. ഗോൾഡ് ഗുരു സ്വാമിനാഥനെ ഫോളോ ചെയ്യുക. ഗോൾഡ് എപ്പോഴും ഗോഡ്സ് മെറ്റലാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ അറിയാത്തൊരു ഗോഡ്സ് മെറ്റലുണ്ട്, അതാണ് സിൽവർ. സിൽവർ ഇസ് ദ ന്യൂ ഗോൾഡ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സിൽവറിന്റെ പ്രൈസ് 2025 ഇയർ ടു ഡേറ്റ് 70% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു റോബർട്ട് കിയോസാക്കി 10 ഇയേഴ്സിൽ 10 ഗ്രാം ഗോൾഡ് 8 ലാക്സ് ആകുമ്പോൾ 1 kg സിൽവറിന് 80 ലാക്സ് ആണ് പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത്. സിൽവർ പ്രൈസ് കൂടാനുള്ള ഒരു 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് പോയിന്റ്, ഇൻവെസ്റ്റേഴ്സ് ഡിമാൻഡ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണക്ക് സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡ് പോയിന്റ്, ഗ്ലോബൽ സിൽവർ ഷോർട്ടേജ്. സിൽവർ ഇപ്പോൾ EV വെഹിക്കിൾസിലും സോളാർ പാനൽസിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധാരാളമായി സിൽവർ ഇപ്പം ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഡോളർ ആൻഡ് റുപ്പി റേറ്റ് താഴോട്ട് പോകുന്നതുകൊണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫോർത്ത് പോയിന്റ്, ഇന്ത്യയിൽ സിൽവറിൻ്റെ റേറ്റ് കൂടുന്നതിൻ്റെ മെയിൻ റീസൺ ഇന്ത്യൻ ഗവൺമെൻറ് സിൽവർ ഇമ്പോർട്ട്സ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. March 31st, 2026 വരെയാണ് ഈ റെസ്ട്രിക്ഷൻ ഉള്ളത്. ഫിഫ്ത്ത് പോയിന്റ്, നിങ്ങൾക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കോയിൻസ് ആൻഡ് ബാർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒരു സിൽവർ ഹൈക്ക് 2010 വന്നിട്ടുണ്ട്. എന്നാൽ 2011 ഒരു ഡിപ്പ് ഉണ്ടായി. അതിൽ 70% ഓഫ് സിൽവറിൻ്റെ പ്രൈസ് ഡിപ്പായി. സോ അതുകൊണ്ട് മാർക്കറ്റ് നല്ലോണം സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ.